സെക്ഷൻ വെച്ച് എങ്ങനെ ട്രേഡ് എടുക്കണമെന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. പ്രൈസ് ബുള്ളിഷിലാണ് പോകണമെങ്കിൽ പ്രീവിയസ് സെക്ഷൻ്റെ ലോ എടുക്കണമെങ്കിൽ നമ്മൾ ബൈ എടുക്കും. പ്രൈസ് ബിയർഷിലാണ് പോകണമെങ്കിൽ പ്രീവിയസ് സെക്ഷൻ്റെ ഹൈ എടുക്കുമ്പോൾ നമ്മൾ സെൽ എടുക്കും. പക്ഷേ പ്രൈസ് ഒരു സൈഡ് വേ ട്രെൻഡ് ആണെങ്കിൽ നമുക്ക് രണ്ട് സൈഡിലേക്ക് എടുക്കാവുന്നതാണ്. പ്രൈസ് ഏത് സൈഡ് വേ ട്രെൻഡിലാണെങ്കിലും ഏത് ട്രെൻഡാണോ പ്രൈസ് മൂവ് ചെയ്യുന്ന ആ ട്രെൻഡിനെ എടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. നമുക്ക് നോക്കാം. പ്രൈസ് ഈ ഒരു ദിവസം, അതായത് ഇന്നലെ നമ്മൾ എടുത്ത ട്രേഡാണ് നമ്മൾ നോക്കുന്നത്, അതായത് ഫെബ്രുവരി 10th. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഇവിടെ ഒരു 50 മിനിറ്റ് OBയിൽ പ്രൈസ് വന്ന് റിയാക്ട് ചെയ്ത ഒരു ട്രേഡ് നമ്മൾ എടുത്തായിരുന്നു. ഇത് സ്റ്റിൽ എടുത്തു, ഇത് ഇച്ചിരി മൂവ് ചെയ്തു, നെക്സ്റ്റ് ഇത് എടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ പ്രൈസ് ഒരു ബിയറിഷിലേക്ക് പോകാനുള്ള സാധ്യത, പക്ഷേ പ്രൈസ് ഗോൾഡ് നല്ല ബുള്ളിഷാണ്. അപ്പോൾ നമ്മളിങ്ങനെ ട്രേഡ് എടുക്കുമ്പോഴത്തേക്കൊന്ന് തന്നെ ഇത് നല്ല റിയാക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. മോർണിംഗ് ഏഷ്യം വന്നു കഴിഞ്ഞപ്പോൾ വേറെ ഒന്നും സംഭവിച്ചില്ല. നമ്മുടെ ഈ ട്രേഡ് റണ്ണിങ് തന്നെയാണ്. നമുക്ക് ഏകദേശം 2 TP ഒക്കെ തന്ന് നിൽക്കുന്നതാണ് ഈ ട്രേഡ്. അപ്പോൾ നമ്മൾ പ്രൈസ് ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ ബിയറിഷ് എടുക്കുമ്പോൾ തൊട്ടടുത്ത് തന്നെയായിരിക്കും ഫസ്റ്റ് സെക്കൻഡ് ടാർഗറ്റൊക്കെ ഹിറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ ഏഷ്യയിൽ നമുക്ക് എന്താ ഒരു ട്രേഡ് എന്ന് വെച്ചാൽ, ഏഷ്യൻ പ്രൈസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ലണ്ടൻ ഓപ്പൺ ചെയ്തത് ഈ ഒരു മൂവ്മെൻറ്റ്, ഈ ഒരു ഇതിലാണ്. ലണ്ടൻ വന്നിട്ട് ഏഷ്യൻ്റെ ഹൈ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു OB അപ്പോഴും ആക്റ്റീവായി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സെല്ല് നോക്കാം. റിസ്ക് ഉണ്ട്, എന്നാലും നമ്മുടെ ഈ OB ആക്റ്റീവായി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് സെല്ല് എടുക്കുന്നതിന് പ്രശ്നമില്ല. നമുക്ക് ബൈ വേറെ ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മളിവിടെ 5 മിനിറ്റിൽ നോക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നേരെ 5 മിനിറ്റിലേക്ക് പോകാം. 5 മിനിറ്റിൽ നമുക്ക് നോക്കി കഴിയുമ്പോൾ നേരെ നമുക്ക് അവിടെ ഒരു കൺഫർമേഷൻ കാണാം. നമുക്ക് കൺഫർമേഷൻ ഇല്ലാതെ സെക്ഷൻ്റെ ട്രേഡുകൾ എടുക്കാറില്ല. പല ആൾക്കാരും കൺഫർമേഷൻ ഇല്ലാതെ ട്രേഡ് എടുക്കുന്ന വീഡിയോസൊക്കെ പലയിടത്തും കാണാം. പക്ഷേ ഞാൻ അങ്ങനെ എടുക്കില്ല. നമുക്ക് നല്ലൊരു കൺഫർമേഷൻ തന്നാൽ മാത്രമേ പ്രൈസ് താഴേക്ക് പോകുള്ളൂ എന്നാണ് എൻ്റെ ഉറപ്പ്. അപ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യുക, ഒരു സിംഗിൾ ക്യാൻഡിൽ 5 മിനിറ്റിൽ കണ്ടു, നമ്മൾ നേരെ സെല്ലെടുത്തു. പക്ഷേ ഈ സെക്ഷൻ്റെയൊക്കെ സെല്ലെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സെക്ഷനിൽ വരുമ്പോഴാണ് ഏറ്റവും ഗുഡ് ട്രേഡ് എടുക്കാനായിട്ട്. അല്ലാതെ ഈ 2 ഗ്യാപ്പിൽ എടുക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഏറ്റവും നല്ലത് ഈ ഒരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്ത്, അപ്പോൾ ഏഷ്യൻ കഴിഞ്ഞ് ലണ്ടൻ സ്റ്റാർട്ട് ചെയ്തു, അതിൻ്റെ ഹൈ എടുത്തു, നമുക്കൊരു സിംഗിൾ ക്യാൻഡിൽ തന്നു, നമ്മൾ നേരെ ട്രേഡിലേക്ക് കയറി. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ലോ എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മൾ ഈ ഒരു ടാർഗറ്റ് വെക്കുന്നില്ല, ഈ ഒരു ലോയൊക്കെ തന്നെയാണ് നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് വെച്ചത്. പക്ഷേ നമ്മുടെ ആ ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ മെയിൻ ടാർഗറ്റ് ഏതാണ്, ഏഷ്യൻ ലോ, അതെടുത്തില്ല പ്രൈസ്. നമുക്ക് ഏഷ്യൻ കഴിഞ്ഞിട്ട് ലണ്ടൻ കഴിഞ്ഞു, ലണ്ടനിൽ നമ്മൾ സെല്ലെടുത്തു. അതിനുശേഷം ന്യൂയോർക്ക് ആരംഭിക്കണേ തൊട്ട് മുമ്പായിട്ട്, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ന്യൂയോർക്ക് ആരംഭിക്കണേ തൊട്ട് മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു കൺഫർമേഷൻ നമുക്ക് തന്നു. ആദ്യം ഇവിടെ ഒരു IFC ക്യാൻഡിൽ പോലെയൊക്കെ തന്നു, പക്ഷേ അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇവിടെ സിംഗിൾ ക്യാൻഡിലോ IFC ക്യാൻഡിലോ അല്ല, നമുക്ക് 50 മിനിറ്റിലാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് നേരെ 50 മിനിറ്റിലേക്ക് പോയി കഴിയുമ്പോൾ അവിടെ നമുക്കൊരു എൻട്രി കൺഫർമേഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ട്രേഡ് നമ്മൾ എടുത്തിട്ട് ഹാഫ് ബുക്ക് ചെയ്തിട്ട് ഹാഫ് റണ്ണിങ് ആണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ഉറപ്പായിട്ടും പ്രതീക്ഷിച്ചോ, ഇത് ബ്രേക്ക് ഇവൻ അടിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പ്രോഫിറ്റ് എടുക്കുക. പ്രൈസ് ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ ഇങ്ങോട്ടുള്ള ട്രേഡിനാണ് സാധ്യത. നിങ്ങൾ നോക്കി ഇങ്ങോട്ട് എടുത്തതും തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ അത് നമ്മൾ ട്രെൻഡിന് അനുസരിച്ച് എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങോട്ട് പ്രൈസ് വളരെ ഫാസ്റ്റായിട്ട് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത എപ്പോഴും നമ്മുടെ OB അപ്പോഴും ആക്റ്റീവ് തന്നെയാണ്. അതായത് 50 മിനിറ്റിൻ്റെ OB ഇപ്പോഴും എന്താണ് ആക്റ്റീവാണ്. അപ്പോൾ നമുക്ക് വീണ്ടും എന്ത് 5 മിനിറ്റിൽ ഒരു സിംഗിൾ ക്യാൻഡിൽ തന്നിട്ടുണ്ട്. നേരെ എടുത്ത ആ ട്രേഡിലേക്ക് കയറി, നേരെ അതിൻ്റെ ടാർഗറ്റ് ഏതാ, നമ്മൾ ഓൾറെഡി ലണ്ടൻ്റെ ലോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് പിന്നെ ന്യൂയോർക്ക് റണ്ണിങ് വേണം. അപ്പോൾ ന്യൂയോർക്കിൻ്റെ ലോ നമ്മൾ വെക്കണ്ട, നമുക്ക് എന്ത് ചെയ്യുക, ഏഷ്യൻ്റെ ലോ തന്നെ വെക്കാം. പ്രൈസ് ഇനി വരുന്ന വരവ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഏഷ്യൻ്റെ ലോ എടുക്കുമെന്ന്. നെക്സ്റ്റ് ഏഷ്യൻ്റെ ലോ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും വേണമെങ്കിൽ ഒരു ബൈ എടുക്കാം. എങ്ങോട്ട് നമുക്ക് ബൈ എടുക്കാം, ബുള്ളിഷിലേക്ക്. പ്രൈസ് ബുള്ളിഷാണല്ലോ, പക്ഷേ പ്രൈസ് വളരെ സ്ലോ ആയിട്ട് നിന്നു. നമ്മൾ ഒരു ബൈ ഒക്കെ എടുത്തിട്ടു. നമുക്കിത് ബ്രേക്ക് ഇവനും വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇത് ബ്രേക്ക് ചെയ്യുമ്പോൾ അടിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡേ എന്തായാലും പ്രൈസ് ബുള്ളിഷ് ആയതുകൊണ്ട് ഒരു ബുള്ളിഷ് ഗ്യാപ്പിൽ തന്നെ പ്രൈസ് ഓപ്പൺ ചെയ്തു. നേരെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. ഫസ്റ്റ് ടാർഗറ്റ് രാത്രി തന്നെ ഹിറ്റ് ചെയ്തു. പക്ഷേ സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം ഇവിടെ നിന്നൊക്കെയാണ് ട്രേഡിൽ കയറിയത്. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹിറ്റ് ചെയ്തത് ലണ്ടനിലാണ്. അപ്പോൾ ഇങ്ങനെയാണ് പ്രൈസ് ബുള്ളിഷിൽ പോയാൽ നിങ്ങൾക്ക് പ്രീവിയസ് സെക്ഷൻ്റെ ലോ എടുത്തു കഴിഞ്ഞാൽ എൻട്രി എടുക്കാം. പക്ഷേ എപ്പോഴും ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എടുക്കുന്നത് നല്ലത്. പക്ഷേ ഇവിടെ കയറിയത് ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് ആ 2 സെക്ഷൻ്റെ ഗ്യാപ്പിലാണ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് അങ്ങനെയുള്ള എൻട്രികൾ പ്രൈസ് മൂവ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ആ ഒരു എൻട്രി എടുത്തത്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനത്തെ ഒരു എൻട്രികൾ എടുക്കില്ല. പിന്നെയെന്ന് വെച്ചാൽ പ്രൈസ് ബുള്ളിഷും കൂടി ആയതുകൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ റിസ്ക് എടുക്കാനായിട്ട് നിൽക്കില്ല. അപ്പോൾ ഈ സെക്ഷൻ്റെ ട്രേഡ്സിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്കുള്ള റിപ്ലൈ ആയിട്ടുള്ള നല്ല നല്ല വീഡിയോകളായിട്ട് വരുന്നതാണ്.